എൻ്റെ വീട്ടിൽ ചാച്ചിയിൽ കിട്ടുന്നുണ്ട്, സ്വന്തമായിട്ട് വീട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നമ്മൾ ഈ സർവേയുടെ ഭാഗമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ആർക്ക് ഒട്ടും നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഗുളികയോ മരുന്നൊക്കെ മേടിക്കാൻ ഇല്ലാത്ത അവസ്ഥയുള്ളവർക്കൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇല്ലാതെ വീടുകളൊക്കെ ഇല്ലാതെ പുറമ്പോക്കിലൊക്കെ പോയ ചാരിറ്റി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് സ്പോൺസർമാരെ കണ്ടെത്തി അവർക്കും വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതുവഴി വന്നപ്പോൾ വലിയ ചേച്ചിയുടെ ഇതിനെ പറഞ്ഞായിരുന്നു, വേറൊരു വീടിൻ്റെ നമ്മളിങ്ങനെ നോക്കിയായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് എത്ര മക്കളാണുള്ളത്? എനിക്ക് 2 മക്കൾ. എത്ര? ഒരാണും ഒരു പെണ്ണും. പിന്നെ ചേട്ടനെന്ത് ഒരു കൂലിപ്പണിയില്ല? കൂലിപ്പണി. നിങ്ങളുടെ ഈ വീടിൻ്റെ അവസ്ഥ കണ്ടിട്ട് വളരെ ദയനീയമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഒരു വീടിൻ്റെ ദയനീയാവസ്ഥ കണ്ടിട്ട് വളരെ ഇതായിട്ട് തോന്നുന്നുണ്ട്. ഷീറ്റിട്ട വീട്ടിലാണോ ഒരമ്മയും 2 മക്കളും? ടാർപ്പയാണ്. അതായത് പ്രായപൂർത്തിയ ഒരു മകളുണ്ട്, പിന്നെ ഒരു മകനുണ്ട്. 25 വയസ്സാവാൻ പോകുമ്പോൾ 13. മകനെ ഇലക്ട്രീഷ്യനല്ലേ? പാസ്സായിട്ട് നിൽക്കുന്നു. ഭർത്താവിന് സുഖമില്ല, മഞ്ഞപ്പിത്തോണ്ട്. എനിക്ക് മഞ്ഞപ്പിത്തം. ഞാൻ മെഡിക്കൽ കോളേജിലെ ഭർത്താവിന് സംഭവിച്ചു. ഈ മഴ സമയത്തൊക്കെ ഇവിടെ ചോർന്നൊലിക്കാറുണ്ട്. അതുപോലെ ഈ കാറ്റൊക്കെ അടിക്കുമ്പോൾ ഈ മരങ്ങളൊക്കെ ഇതിന്റെ മുകളിൽ വീഴത്തില്ല. പഞ്ചായത്ത് സാറുമാർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റണം. പ്രമാണത്തിന്റെ കാര്യം പറ. അതായത് പിന്നെ അതേപോലെ തന്നെ ആണെങ്കിൽ അതുപോലെ ഈ വീട് ചോർന്നിരിക്കുന്ന സമയത്ത് നല്ല കാറ്റും മഴയുള്ളപ്പോൾ നിങ്ങൾ പേടിച്ച് അവിടെ കഴിയും. പിന്നെ കൊച്ചിൻ്റെ ഹോട്ടൽ മാനേജ്മെന്റ് അത് ലോൺ എടുത്താണോ പഠിച്ചത്? ആണല്ലേ? അതിന് പൈസ ഒന്നും അടയ്ക്കണ്ടേ? ഒന്നും അടയ്ക്കണ്ട. ഇങ്ങോട്ട് ശമ്പളം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു? കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ ശമ്പളം ഒന്നും കിട്ടി തുടങ്ങി? ട്രെയിനിങ്ങിന് ലുലുമാളി കയറിയപ്പോൾ കോവിഡ് വന്ന് റെസ്റ്റോറൻറ്റ് അടച്ചിങ്ങി പോകുന്നു. പിന്നെ വന്നപ്പോൾ എനിക്ക് മഞ്ഞപ്പിത്തമായി. അല്ല, ശമ്പളം എന്തെങ്കിലും കിട്ടുന്നുണ്ടായിരുന്നു? അന്ന് കുറച്ച് എന്തോ പൈസ അവർക്ക് കിട്ടുന്നു. ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നു. അല്ലേ? എന്നാലും എത്ര വെച്ച് കിട്ടുമായിരുന്നു? 800 കിട്ടുമായിരുന്നു. ഇപ്പം ജോലിയൊന്നും ഇല്ലാതെ കൊറോണ കഴിഞ്ഞിട്ട് ജോലിയെല്ലാം അപ്പോൾ പിന്നെ എനിക്ക് മഞ്ഞപ്പിത്തം ആയതുകൊണ്ട് മാനസികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ? മാനസികമായിട്ട് ഇവിടെ ഒന്ന് മരുന്ന് ലെവലായി അതിപ്പോ ഇല്ലെന്ന് പറയണേ. അതെനിക്കില്ല. ഇപ്പം ഇവിടെ ഒന്ന് എന്നും ഇവിടെ മരുന്നിലാണ്. 2 പൊടിപ്പിള്ളേരും ഞാനും കഴിഞ്ഞിട്ട് ഇറങ്ങിനുമില്ല. ഒന്നും വൈകത്തൊന്നും എടുക്കാനും പറ്റത്തില്ല. ഈ വീടിൻ്റെ അവസ്ഥ അങ്ങനെ കേട്ടോ. അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഒരു ഇതൊക്കെ ഉണ്ടായി. കുറവശ നാട്ട് അകം കയറി കാണണം. ഈ വീട് വയ്ക്കാൻ താമസിക്കാതെ ലൈബ്രറിന് ഫോട്ടോ എടുക്കാൻ പുതുച്ചേരിയിലെ സാറും പിന്നെ രഞ്ജിനി മെമ്പറും വന്നപ്പോൾ ഇവർ താമസിച്ചില്ല. ഈ വീടിനകത്ത് ഇവിടെ ഈ അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെ കിടക്കും? ഒരു പ്രായപൂർത്തിയ ഒരു പെങ്കൊച്ചുണ്ട്, പിന്നെ ആണെങ്കിൽ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഈ ഒരു വീട്ടിൽ കാറ്റടിച്ചു കഴിഞ്ഞാൽ മരങ്ങളൊക്കെ ഇതിന്റെ മണ്ടയിലോട്ട് വീണ് കഴിഞ്ഞാൽ വീട്ടിൽ താമസിക്കുന്നവർക്കൂടെ അപകടകരമാണ്. അതുപോലെ തന്നെ ഈ വീടിന്റെ ഇത്രയും ദയനീയാവസ്ഥ കണ്ടിട്ട് ആകെ നമുക്ക് സങ്കടമായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ നോക്കാം. ശരി അമ്മേ.